ഭജഗോവിന്ദം ഹേവം. എന്തേ സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രയ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ? എന്റെ ചെറിയച്ഛനാ തമ്പിക്കുഞ്ഞ്. ഇത് അമ്മാവൻ. കേട്ടിട്ടുണ്ടാവും, കുളങ്ങരക്കണ്ടിയിൽ കുഞ്ഞിരാമൻ. എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ. സുഭദ്രേ. ആതിരി എന്നല്ലേ കുട്ടിയുടെ പേര്? സുഭദ്ര എന്റെ ഭാര്യ. പയ്യന്റെ ഫോട്ടോ. സ്വാമിയെ വിളിക്കാൻ പോയ മാമ്പിള്ളിയെ കണ്ടു. എത്തില്ല സ്വാമി. നമസ്തേ. ഉപവിഷ്ടരാകൂ. ഇരുന്നാട്ടെ. പയ്യന്റെ ഫോട്ടോ. പേരിൽ നാഗത്തിന്റെ പര്യായം ഉണ്ടാവണമല്ലോ. കൂടെ ഭഗവാനും. അതെ, അനന്തൻ എന്നാ പേര്. അനന്തപത്മനാഭൻ. ഞങ്ങളൊക്കെ പപ്പനെന്നാ വിളിക്കാറ്. സ്വാമി, ആ പുരുഷൻ തന്നെയല്ലേ ഈ പുരുഷൻ? അതേ പരികർമ്മി. ഏതു പുരുഷന്റെ കാര്യമാണാവോ പറയണത്? ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പുരുഷ ജാതകം ഈ തറവാട്ടിലെത്തുമെന്ന് സ്വാമി എന്നോട് പ്രവചിച്ചിരുന്നേ. സത്യമാണോ? സത്യം, എന്നോടും പറഞ്ഞിരുന്നു. പൂയം തൊട്ടൊരു മൂന്ന് കേട്ട മുതലഞ്ചന ഹിതാരസ്ത്രയ. തിരുവാതിര നക്ഷത്ര ജാതകയ്ക്ക് ചേർന്ന ജാതകാരൻ തന്നെ. 9 പൊരുത്തങ്ങളും നാം കാണുന്നു. ഇപ്പോൾ ഈ മുഖശ്രീമാൻ സ്ഥലത്തില്ല അല്ലേ? ഡൽഹിയിലാ. ഇപ്പോൾ വലിയ നിലയില. നാട്ടിലൊരു കൂറ്റൻ ബംഗ്ലാവ് പണിയിപ്പിച്ചോണ്ടിരിക്കുക. എന്നാൽ തീരുമാനിച്ചോളൂ. ആതിരിയുടെ വരൻ ഈ മുഖശ്രീമാൻ തന്നെ. അനന്തൻ, അനന്തപത്മനാഭൻ. ഇനി ഒട്ടും വൈകിക്കണ്ട. ശരി. വരൂ പരികർമ്മി. അനന്തനെ പൂട്ടാൻ ഇനി അധിക ദിവസം വേണ്ടിവരില്ല. ഫോട്ടോയിൽ കണ്ടാൽ അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ? ഇതാണ് 9 പൊരുത്തങ്ങളുള്ള ആള്. ഇയാളെ സ്വാമിക്ക് അറിയില്ല. വെറും ആഭാസനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാ ഈ കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ കൊക്കല് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി. ഞാനൊരു ശല്യാവില്ല. പക്ഷെ ഇയാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദരം ഉണ്ടാവില്ല. കുട്ടി, നിൽക്കൂ. ഈശ്വര, അവളെ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പിന്നെ അനന്തനെ ജന്മത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്തേ? അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു തരും. ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കട്ടെ. ഹലോ, നന്ദിനിയല്ലേ? ഞാൻ ആതിരയാ. ആ കല്യാണം ഉറപ്പിക്കാൻ പോവാത്രേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ നന്ദിനി, പ്ലീസ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്തേ? ഞാൻ ജയദേവസ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതാ. കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് പറയാനാവും അല്ലേ? അല്ല, ഒന്നും മറക്കരുതെന്ന് പറയാൻ വന്നതാ. ഇനിയൊരു സത്യം പറയട്ടെ. ജയദേവൻ സ്വാമിയൊന്നുമല്ല. അനന്തനുമായിട്ടുള്ള കല്യാണം സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. നാടകോ? അതെ, ആതിര പറഞ്ഞില്ലേ അനന്തനൊരു ആഭാസനാണെന്ന്. അവൻ അതുമാത്രമല്ല, മറ്റു പലതുമാണ്. ആതിര അവന്റെ കാമുകിയാണെന്നും നിങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും ഒക്കെ ആയിരുന്നു ജയദേവന് കിട്ടിയ റിപ്പോർട്ട്. ആതിര കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്ന കണ്ട് ഞാൻ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനന്തനെ പിടിക്കാൻ വേണ്ടിയാണ് സ്വാമിയുടെ വേഷം കെട്ടി ജയദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ CID ആണല്ലേ? ഏയ്, CID ഒന്നും അല്ല. അതെ, CID ആണ്. പക്ഷേ ഞാൻ ഈ രഹസ്യം ആതിരയോട് പറഞ്ഞ വിവരം മറ്റാരും അറിയാൻ പാടില്ല. സ്വാമി പോലും അല്ല, ജയദേവൻ CID പോലും ഇല്ല. ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അനന്തനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് CID ആയിരിക്കും. ജയദേവൻ CID.
സത്യാണോ? അതെ, കല്യാണം നടക്കുമെന്നുള്ളത് 100% സത്യമാണ്. ദാ ഇത് വാങ്ങിക്കോളൂ. CID ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ് 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എന്ന് എനിക്ക്. പസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയുന്നു കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. എല്ലാം മനസ്സിലായി. ആതിരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന് കയറി പിടിച്ചല്ലോ. നന്നായി. നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി. തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം. ഇനി വസുമതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര, എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളകുപൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചു തരാം. എങ്ങോട്ടേ കയറി പോണത്? അയ്യോ, എന്തേ കാണിക്കുന്നത്? തിളച്ച വെള്ളമാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണമെന്ന്. എന്തോ ആസനം ചെയ്യാനാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. കൊണ്ടുപോയിക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ടു കൊടുത്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഈ പാത്രത്തിൽ ഒഴിച്ചോളൂ. വേഗം കൊണ്ടു കൊടുക്കും. അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കില്ലേ? ശ്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗദ്ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോണുണ്ടെന്ന്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ. ക്യാഷ് വല്ലതും വേണ്ടി വരൂ. ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല. ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്. ഐസ് വാട്ടർ. നല്ല ദാഹമുണ്ട്, കുറച്ച് ഒഴിക്കാം. അത് ശരിയാവില്ല. ശരിയോ തെറ്റോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന്. എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്. മാമ്പൊള്ളി. എരണം കേട്ടോ. ഉണന്നോ? എന്ത് സ്വപ്നം കണ്ടിട്ടാ കിടന്നിരുന്നേ? ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുവിറുക്കം ചിരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. എന്താ അതിരെ? എന്തു പറ്റി? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ പറയാ? എന്ത് സ്വപ്നം കണ്ടേ? ജയദേവേട്ടനും അല്ല ജയദേവസ്വാമിയും ഞാനും തമ്മിലുള്ള കല്യാണം. പക്ഷേ മാലയിടാൻ കയ്യിലെടുത്തപ്പോ പെട്ടെന്ന് ആരോ വിളിച്ചു. ഞെട്ടി ഉണർന്നപ്പോ വളകളൊക്കെ പൊട്ടിക്കിടക്കണു. ഇത് ദുശകുനാണോ വസു? എനിക്കറിയില്ല. സ്വാമിയോട് തന്നെ ചോദിക്ക. ദുശകനാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യക്കൊള്ളൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം. വേണ്ട, ഇക്കാര്യത്തിൽ ദൈവം മറ്റൊന്ന് തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മറിച്ചൊന്നും പറയരുതേ. ഒത്തിരി മോഹിച്ചു പോയി. എന്നെ വിട്ടിട്ട് പോകരുത്. കൊച്ചുകുട്ടികളെ പോലെ പെട്ടെന്ന് വെയിലത്ത് നിന്നും വന്ന് കയറിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ആകെ ഒരു ഇരുട്ട് പോലെ. ആദിലതിനകത്തുണ്ടായിരുന്നോ? എവിടെ നിൽക്കായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എടാ ഡോൾബി സന്യാസി, മിണ്ടാതെ ഈ പൂച്ചയ്ക്ക് പാല് കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ കുറുക്കനാണ്. മറക്കണ്ട. ഞാനല്ല. ഒരു കണക്കിന് അവന്മാര് നമ്മളെ ബോംബെക്ക് വിട്ടത് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ബാലഗോപാലിനെ കണ്ടുമുട്ടില്ലായിരുന്നല്ലോ. എനിക്ക് നിങ്ങളെയും കിട്ടില്ലായിരുന്നല്ലോ. ഇതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഉർവശി ശാപം ഉപഹാരമായെന്ന്. ഇത് മലയാളമല്ലേ? ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കൊറേ നേരമല്ലോ തേച്ച് വെളുപ്പിക്കണു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി വിളിക്കാം. സ്വാമി മാമ്പള്ളി അതങ്ങോട്ട് കൊടുക്ക.
മധുരാണ്. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണാൻ ചടങ്ങൊന്നുമില്ലേ? കുട്ടിയെ അവൻ നേരത്തെ കണ്ടിട്ടുണ്ട് അത്രേ. അനന്തൻ കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ സീനിയർ എന്നാ മാമ്പള്ളി ഉദ്ദേശിച്ചത്. ആ, അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പള്ളി? അതെ, ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലേ തിരിച്ചു വരുള്ളൂ എന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മാമ്പള്ളി? അന്നേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. സിറ്റിയിലോ? അതെ, ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു. അയ്യോ, അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിനെത്തൂല്ലോ. എന്തേ? ഞാൻ എവിടൊക്കെ തിരക്കുന്നോ? 2 സ്വാമിമാര് കാണാൻ വന്നിരിക്കണോ. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ, വന്നോളാം. അതിന് പൊക്കോളൂ. തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിപ്പോ. അനന്തനെ കൈ കിട്ടുന്നവരെ കാര്യങ്ങളുടെ സത്യാവസ്ഥ വൈദ്യരോട് പറയാൻ പറ്റില്ല. കൂടുതൽ വൈകിയ ആദ്യം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്താ ഇത് ജയദേവ? കലാശക്കളി വരെ എത്തിയിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു തളർച്ച? അനന്തനെ എനിക്കേ അറിയൂ. ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. താൻ ഇവിടെയുള്ള വിവരം അനന്തൻ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് താനെന്തിനാടോ പേടിക്കണേ? കല്യാണ പന്തലിൽ വെച്ച് അനന്തൻ ജയദേവനെ കണ്ടു ഞെട്ടും. ആ നിമിഷം മുതലുള്ള സംഭവങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്ത പ്രകാരം തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. ഇതിൽ കൂടുതൽ സ്നേഹവും ധൈര്യവും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. എന്നിട്ട് ഞാൻ തോക്കുകയാണെങ്കിൽ ഈ ജയദേവൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ഓർമ്മ മാത്രമേ മാറും. അതെ ജയദേവ. എന്താ ഇത്? കൂടുതലൊന്നും എഴുതുന്നില്ല. എന്തായാലും അമ്മയും സ്വർണവും കല്യാണ സമയത്ത് എത്തുക. എന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന് നിങ്ങൾ സാക്ഷികളാകണം. ഇവിടെ എന്നെ സഹായിക്കാൻ നല്ലവരായ എന്റെ കൂട്ടുകാരുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുക. എല്ലാവരും കയറിക്കോളൂ. മാമ്പള്ളി, ഇവിടെ മാമ്പള്ളി, സമയമാവണു. വിളിക്കാൻ നേരത്തെ മണ്ഡപത്തിലോട്ട് ചെല്ലട്ടെ. അവിടുത്തെ ഒരുക്കങ്ങളൊന്നും പൂർത്തിയായി. മാമ്പള്ളി പോയിക്കോളൂ, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. എന്താ കുട്ടികളെ, സമയമാവണു. വണ്ടിയെ കയറുക. സുഭദ്ര എവിടെ? സുഭദ്രാമച്ച ഒരുങ്ങാണ്. ഹായ്, ഇപ്പോഴും ഒരുങ്ങിട്ടിരിക്കുക. സുഭദ്രേ, ഞാനൊന്ന് ആശ്രമം വരെ ചെന്നിട്ട് വരാം. വേണ്ട അതിരെ, മുത്തശ്ശനൊക്കെ ഇപ്പൊ വരൂട്ടോ. ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. നന്ദിനി, ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗുരുവെ, ചെയ്തു പോയ അപരാധങ്ങളെല്ലാം പൊറുക്കണം. അതിരെ നീ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണെന്ന്. കുന്നമംഗലത്തെ പെൺകുട്ടികള് ഏറ്റവും പവിത്രമായി കാണുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് തറവാടിന്റെ പടി ഇറങ്ങി പോവാണ് ഞാൻ. മണ്ഡപത്തിൽ ഞാൻ കാത്തിരിക്കും. ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന വിശ്വാസത്തോടെ. മറ്റൊരാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദര ജീവനോടുണ്ടാവില്ല. സത്യം. എന്തായി താമസം? നിങ്ങൾ വിട്ടോളുക. കുട്ടികളെ, നിങ്ങൾ ആ വണ്ടിയിലേക്ക് കയറുക. സുഭദ്രാമേ, മാമ്പള്ളി എവിടെ?
അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ? ഹായ്, ഞാൻ ആ കാര്യം മറന്നു. കുട്ടി, നീ എവിടെയായിരുന്നു? ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ. നന്നായി. ജയദേവാനന്ദ സ്വാമി ധ്യാനത്തിൽ നിന്ന് ഉണർന്നോ കുട്ടിയെ? ഒരുങ്ങ